നമുക്കറിയാൻ സാധിക്കും വാട്സപ്പിൽ ഈ അടുത്ത കാലത്തായിട്ട് ഒരുപാട് ഫീച്ചേഴ്സുകൾ വന്നിട്ടുണ്ട്. നമ്മൾ ഓരോ വാട്സപ്പിൻ്റെ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഓരോ ഫീച്ചേഴ്സുകൾ ലഭിക്കും. അപ്പോൾ വാട്സപ്പിനകത്തുള്ള എല്ലാ ഫീച്ചേഴ്സുകളും ഏറ്റവും ആദ്യത്തെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി നമ്മളൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട്. ലൈവ് മീഡിയ വ്ളോഗ് എന്നുള്ള ചാനലാണ്. അപ്പോൾ നിങ്ങൾ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ ലിങ്ക് വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ട്. ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ വാട്സപ്പിൽ വരുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ ഏറ്റവും ആദ്യത്തിൽ നിങ്ങളിലേക്ക് എത്തും. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് വാട്സപ്പിൽ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് വന്നിട്ടുള്ള ഏറ്റവും പുതിയ ചില ഫീച്ചേഴ്സുകളാണ്. നമുക്ക് അതെന്തൊക്കെയാന്ന് ഓരോന്നും പരിശോധിക്കാം. നമുക്ക് ഒന്നാമതായി ലഭിച്ച വാട്സപ്പിൽ വന്നൊരു ഫീച്ചറാണ്. ഇക്കഴിഞ്ഞ അടുത്ത ദിവസങ്ങളായി വന്നൊരു ഫീച്ചറാണ്. വാട്സപ്പിൽ നമ്മുടെ സുഹൃത്തുക്കൾക്ക് നമ്മൾ ഓരോ ഫോട്ടോസുകൾ അയച്ചു കൊടുക്കാറുണ്ട്. പലപ്പോഴും നമ്മൾ അയച്ചു കൊടുക്കുന്ന ഫോട്ടോസുകൾ അത്ര ക്ലാരിറ്റി ഇല്ലാത്ത ഫോട്ടോസ് ആയിരിക്കും, ക്വാളിറ്റി ഇല്ലാത്ത ഫോട്ടോസ് ആയിരിക്കും. നമ്മൾ എടുക്കുന്ന അത്യാവശ്യം നല്ല MB ഉള്ള ഫോട്ടോ ആണെങ്കിൽ അത് നമ്മളൊരു സുഹൃത്തിന് അയച്ചു കൊടുത്താൽ ആ സുഹൃത്തിന് കിട്ടുമ്പോൾ അത് വളരെ KB ഫയലിലായിരിക്കും കിട്ടുക. അപ്പം അത്ര ക്വാളിറ്റി ഇല്ലാതെ ക്ലാരിറ്റി ഇല്ലാത്തൊരു ഫോട്ടോ ആയിരിക്കും ലഭിക്കുക. അപ്പോൾ ഇനി ആ ഒരു പ്രശ്നത്തിന് പരിഹാരമായിട്ട് വാട്സപ്പ് കൊണ്ടുവന്നിട്ടുണ്ട്. വാട്സപ്പിന് ഏറ്റവും പുതിയ അപ്ഡേറ്റ് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയി അപ്ഡേറ്റ് ചെയ്യുക. അപ്ഡേറ്റ് ചെയ്ത ശേഷം നിങ്ങൾ വാട്സപ്പ് ഓപ്പൺ ചെയ്യുക. ഏറ്റവും മുകളിലുള്ള 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ സെറ്റിങ്സ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് സ്റ്റോറേജ് ആൻഡ് ഡാറ്റ എന്നുള്ള ഓപ്ഷൻ കാണും, അത് ക്ലിക്ക് ചെയ്യുക. ഏറ്റവും താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ മീഡിയ അപ്ലോഡ് ക്വാളിറ്റി എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇതിനകത്ത് നമുക്ക് ഫോട്ടോ അപ്ലോഡ് ക്വാളിറ്റി എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ ഫോട്ടോ ക്വാളിറ്റി മാത്രമേ വന്നിട്ടുള്ളൂ. അടുത്ത അപ്ഡേറ്റിലായിട്ട് വീഡിയോ ക്വാളിറ്റിയുടെ ഒരു ഓപ്ഷൻസ് കൂടി ഇതിനകത്ത് വരും. ഇവിടെ നമുക്ക് ഫോട്ടോ അപ്ലോഡ് ക്വാളിറ്റി എന്ന ഫീച്ചറാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. നമ്മൾ ആ ഒരു ഭാഗം ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കാണാൻ സാധിക്കും. ഇവിടെ കാണാൻ സാധിക്കും നമുക്ക് ബെസ്റ്റ് ക്വാളിറ്റി ഫോട്ടോകൾ സെൻഡ് ചെയ്യുമ്പോൾ അല്പം സമയം എടുക്കും എന്നൊക്കെ പറയുന്നുണ്ട്. വലിയ ഫോട്ടോസ്, വലിയ ലാർജ് ഫോട്ടോസുകൾ നമ്മൾ സെൻഡ് ചെയ്യുമ്പോൾ സമയം എടുക്കും എന്നൊക്കെ പറയുന്നുണ്ട്. ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് 3 ഓപ്ഷൻസാണ് വാട്സപ്പ് കൊടുത്തിരിക്കുന്നത്. ഒന്ന് ഓട്ടോ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ വാട്സപ്പിൽ മെസ്സേജ് സെൻഡ് ചെയ്ത് കൊടുക്കുന്ന ആ ഒരു ഭാഗമാണ് ഓട്ടോ. രണ്ടാമത് ബെസ്റ്റ് ക്വാളിറ്റി, അതാണ് ഇപ്പോൾ പുതുതായിട്ട് വന്ന ഫീച്ചർ. അതായത് നമുക്കിനി ഫോട്ടോസുകൾ അയച്ചു കൊടുക്കുമ്പോൾ ഈ ബെസ്റ്റ് ക്വാളിറ്റി എന്ന് കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഓക്കെ ക്ലിക്ക് ചെയ്ത് നമ്മൾ സെലക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് വാട്സപ്പിലൂടെ നമ്മൾ അയക്കുന്ന ഫോട്ടോസൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ, ആ ഒരു ഫോട്ടോയുടെ ക്വാളിറ്റി തന്നെ വാട്സപ്പ് അയച്ചു കൊടുക്കുമെന്നാണ് വാട്സപ്പ് പറയുന്നത്. മൂന്നാമത്തെ ഫീച്ചർ എന്ന് പറയുമ്പോൾ ഡാറ്റ സേവർ. വളരെ ഇപ്പോൾ നിലവിൽ നമ്മൾ വാട്സപ്പിൽ അയച്ചു കൊടുക്കുന്നതിനേക്കാളും വളരെ കുറഞ്ഞ ലെവലിൽ നമുക്ക് ഫോട്ടോസ് അയച്ചു കൊടുക്കണം. അതായത് നമ്മുടെ ഡാറ്റയൊക്കെ സേവ് ചെയ്തുകൊണ്ട് അയച്ചു കൊടുക്കാനുള്ള ഒരു സൗകര്യം കൂടി വാട്സപ്പ് ഇത്തവണ ഈ ഒരു ഫീച്ചേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് ഈ ഒരു ബെസ്റ്റ് ക്വാളിറ്റി സെലക്ട് ചെയ്യുക, ഓക്കെ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് നിങ്ങൾ വാട്സപ്പിൽ അയക്കുന്ന ഫോട്ടോസുകൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ വാട്സപ്പ് എത്തിക്കുമെന്നാണ് പറയുന്നത്. രണ്ടാമത്തെ ഫീച്ചർ എന്താണെന്ന് നോക്കാം. നമുക്കറിയാൻ സാധിക്കും നമ്മുടെ വാട്സപ്പ് പലരും ചോർത്തി കൊണ്ടുപോകുന്ന നമ്മുടെ വാട്സപ്പ് വെബ് ഉപയോഗിച്ചാണ്. നമ്മൾ വാട്സപ്പിൽ ഇതിപ്പോൾ സ്കാൻ ചെയ്തുകൊണ്ട് QR കോഡ് സ്കാൻ ചെയ്തുകൊണ്ട് ഇത് നമ്മുടെ വാട്സപ്പ് ആരെയും ചോർത്തി കൊണ്ടുപോകുക. അപ്പോൾ കഴിഞ്ഞ കുറച്ച് മുന്നേ വാട്സപ്പിൽ ഈ ഒരു ഭാഗത്തേക്ക് എത്തുമ്പോൾ നമുക്കിവിടെ ഫിംഗർ പ്രിൻ്റ് ഓപ്ഷൻ ഉണ്ടായിരുന്നു. നമ്മൾ ആ ലിങ്ക് ഡിവൈസും ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണിൽ കൊടുത്ത് ലോക്ക് ചോദിക്കും. ആ ലോക്ക് കൊടുത്തതിന് ശേഷം മാത്രമേ നമുക്ക് ഈ ഒരു ഫീച്ചേഴ്സിലേക്ക് എത്താൻ സാധിക്കുമായിരുന്നുള്ളൂ. ഇപ്പോൾ ആ ഒരു ഫീച്ചർ കൂടെ കടന്നതിന് ശേഷം പുതിയൊരു ഫീച്ചർ കൂടെ വാട്സപ്പ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. അതിനുവേണ്ടി നമ്മൾ വാട്സപ്പ് ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് വേർഷൻ നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്ന് അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഓർക്കുക, ഈ ഫീച്ചേഴ്സുകളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നില്ലെങ്കിൽ, നമ്മൾ ഈ പരിചയപ്പെടുത്തുന്ന ഫീച്ചേഴ്സുകളൊക്കെ ലഭിക്കുന്നില്ലെങ്കിൽ, നിങ്ങൾ വാട്സപ്പ് അപ്ഡേറ്റ് ചെയ്തിട്ട് ലഭിക്കുന്നില്ലെങ്കിൽ വിഷമിക്കേണ്ട. അടുത്ത 1-2 അപ്ഡേറ്റിലായിട്ട് ഈ ഫീച്ചർ എല്ലാവർക്കും ലഭിക്കുന്നതാണ്. ഇപ്പോൾ പല ഫീച്ചേഴ്സുകളും ബീറ്റ വേർഷനിലാണ് ഈ ഫീച്ചർ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ബീറ്റ വേർഷൻ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഈ ഫീച്ചേഴ്സ് കിട്ടും. നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയി അപ്ഡേറ്റ് ചെയ്ത് നോക്കുക, ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഫീച്ചേഴ്സ് എത്തിയിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്ത ശേഷം വാട്സപ്പ് ഇതുപോലെ ഓപ്പൺ ചെയ്യുക. ഏറ്റവും മുകളിലെ 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നേരത്തെ നമുക്ക് വാട്സപ്പ് വെബ് എന്നൊരു ഓപ്ഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ അതിവിടെ ലിങ്ക്ഡ് ഡിവൈസ് എന്നൊരു ഓപ്ഷനാണ് കാണാൻ സാധിക്കുക. അപ്പോൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ക്ലിക്ക് ചെയ്യുമ്പോൾ നേരത്തെ കണ്ടിരുന്ന ഈ ഒരു ഫീച്ചർ ലിങ്ക് ഡിവൈസ് എന്നുള്ള ഈ ഒരു ഫീച്ചറായിരുന്നു കണ്ടിരുന്നത്. ഇപ്പോൾ പുതിയൊരു ഓപ്ഷനായിട്ട് താഴെ കാണുന്ന ഭാഗത്ത് മൾട്ടി ഡിവൈസ് ബീറ്റ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇതെന്താണെന്ന് വെച്ചാൽ നമുക്കിനി വാട്സപ്പ് 4 മൊബൈൽ ഫോണിൽ ഒരേ നമ്പറിലുള്ള വാട്സപ്പ് യൂസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഫീച്ചറാണ്. വളരെ വ്യത്യസ്തമായിട്ട് വാട്സപ്പ് കൊണ്ടുവന്ന ഫീച്ചറാണ്. നമുക്കറിയാം ടെലഗ്രാമിലും അതുപോലെ തന്നെ IMO ആപ്ലിക്കേഷൻസ് ഒക്കെ നമുക്ക് ഒരേ മൊബൈൽ നമ്പറിലുള്ള ഒരുപാട് ഡിവൈസ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. എന്നാൽ വാട്സപ്പിൽ ആ ഒരു സൗകര്യമില്ലായിരുന്നു. ഒരു നമ്പറിൽ ഒരു വാട്സപ്പ് മാത്രമേ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുമായിരുന്നു. ഒരു നമ്പർ നമുക്കിനി 4 വാട്സപ്പ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ 4 നമ്പർ നമ്മൾ വാട്സപ്പ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിനുവേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇവിടെ മൾട്ടി ഡിവൈസ് ബീറ്റ എന്നൊരു ഓപ്ഷൻ കാണും. അത് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുമ്പോഴാണ് കാണാൻ സാധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ
ആ ഒരു ഭാഗം നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ കാണാൻ സാധിക്കും ക്ലിക്ക് ചെയ്യുന്നതിന് മുമ്പ് ഇവിടെ കാണാൻ സാധിക്കും യൂസ് അപ് ടു 4 ഡിവൈസ് വിത്തൗട്ട് കീപ്പ് യുവർ ഫോൺ ഓൺലൈൻ. അതായത് നമുക്ക് ഈ 4 വാട്സപ്പിൽ ഇനി ഉപയോഗിക്കുമ്പം നമ്മുടെ വാട്സപ്പ് ഓൺലൈനിൽ വന്നിട്ടില്ലെങ്കിൽ, അതായത് എൻ്റെ ഒറിജിനൽ വാട്സപ്പ് ഓൺലൈനിൽ വന്നിട്ടില്ലെങ്കിലും നമുക്ക് ആ 4 വാട്സപ്പിലും സാധാരണ വാട്സപ്പ് ഉപയോഗിക്കുന്ന പോലെ ഉപയോഗിക്കാൻ സാധിക്കും. കാരണം ഇങ്ങനെ പറയാൻ കാരണം ഈ ലിങ്ക് ഡിവൈസിൽ നമ്മൾ ആരെങ്കിലും വാട്സപ്പ് സ്കാൻ ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും സ്കാൻ ചെയ്ത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു വ്യക്തി ഓൺലൈനിൽ വരുമ്പോൾ മാത്രം നമുക്കത് ഓപ്പൺ ചെയ്ത് കാണാൻ സാധിക്കുള്ളൂ. അത് ആ വ്യക്തി ഓൺലൈനിൽ വന്നിട്ടില്ലെങ്കിൽ നമുക്ക് ആ ഫീച്ചേഴ്സ് ആ ഒരു വാട്സപ്പ് കാണാൻ സാധിക്കില്ല. അപ്പോൾ ആ ഒരു പ്രശ്നമാണ് വാട്സപ്പ് ഇവിടെ പരിഹരിച്ചിരിക്കുന്നത്. ഇനി 4 ഡിവൈസ് നിങ്ങൾ കണക്ട് ചെയ്യാണ്, 4 മൊബൈൽ ഫോണിൽ ഈ ഒരു വാട്സപ്പ് നിങ്ങൾ കണക്ട് ചെയ്യുകയാണെങ്കിൽ ആ വാട്സപ്പ് ഒറിജിനൽ വ്യക്തി ഓൺലൈനിൽ വരാതെ തന്നെ നിങ്ങൾക്കൊക്കെ വാട്സപ്പ് ഉപയോഗിക്കാൻ സാധിക്കുമെന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നമുക്ക് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതുപോലെ ആ ഒരു ഫീച്ചേഴ്സുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട്. നമുക്കറിയാൻ സാധിക്കും എൻഡ് ടു എൻക്രിപ്റ്റഡ് ആണ് വാട്സപ്പിൻ്റെ ചാറ്റുകളൊക്കെ. അതായത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ചാറ്റ് എത്തുമ്പോൾ മൂന്നാമതൊരാൾ കാണില്ല എന്നാണ് വാട്സപ്പ് പറയുന്നത്. ആ ഒരു സൗകര്യം ഈ 4 ഡിവൈസിലും ഉണ്ടാകും എന്നൊക്കെ പറയുന്നുണ്ട്. താഴെ കാണുന്ന ഭാഗത്ത് നമുക്കിത് ജോയിൻ ചെയ്യണം ആദ്യം. അപ്പോൾ അതിനോട് ജോയിൻ ബീറ്റ എന്ന ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ കാണാൻ സാധിക്കും ഇവിടെ നമുക്ക് ആ ഒരു സൗകര്യം നമ്മൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനി ആ ഒരു സൗകര്യം വേണ്ടെങ്കിൽ ഇവിടെ ഏറ്റവും താഴെ കാണുന്ന ഭാഗത്ത് ലീവ് ബീറ്റ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പഴയതുപോലെ നിങ്ങൾക്ക് ആക്കാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ ജോയിൻ ബീറ്റ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് വരുമ്പോൾ കാണാൻ സാധിക്കും മൾട്ടി ഡിവൈസ് ബീറ്റ എന്നുള്ളത് ജോയിൻ എന്ന് കാണാൻ സാധിക്കും നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഈ ഒരു ഭാഗം ലിങ്ക് ഡിവൈസ് ക്ലിക്ക് ചെയ്യാം. ശേഷം നമ്മൾ ലോക്ക് ഓപ്പൺ ചെയ്ത് നിങ്ങളുടെ വാട്സപ്പ് വെബ് എന്നുള്ളത് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് QR കോഡ് കിട്ടും. നേരത്തെ വാട്സപ്പ് സ്കാൻ ചെയ്യുന്ന ആളുകൾക്കൊക്കെ അറിയാൻ സാധിക്കും QR കോഡ് കിട്ടും. QR കോഡ് നിങ്ങൾ സ്കാൻ ചെയ്ത് കൊടുത്താൽ മതി ഈ വാട്സപ്പ് നിങ്ങൾക്ക് ആ ഒരു വാട്സപ്പ് വെബ് എന്നുള്ള സൈറ്റിൽ കാണാൻ സാധിക്കും. ഇനി അതല്ലെങ്കിൽ പ്ലേ സ്റ്റോറിനകത്ത് നിങ്ങൾ വാട്സപ്പ് വെബ് എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ വാട്സപ്പ് വെബ് എന്ന് ഇതുപോലെ സെർച്ച് ചെയ്ത് കൊടുക്കുക. വാട്സപ്പ് വെബ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ആപ്ലിക്കേഷൻസ് കാണും. ഇതൊക്കെ നിങ്ങൾക്ക് QR കോഡ്, ഇതിനകത്തുള്ള QR കോഡ് നമ്മുടെ ഈ ഒരു ലിങ്ക് ഡിവൈസ് ക്യാമറ ഉപയോഗിച്ച് ഇത് സ്കാൻ ചെയ്തുകൊണ്ട് അതിലേക്ക് നിങ്ങളുടെ വാട്സപ്പ് കൊണ്ടുപോകാൻ സാധിക്കും. അങ്ങനെ 4 വാട്സപ്പ് വരെ നിങ്ങൾക്ക് ഒരേ നമ്പറിൽ ഉപയോഗിക്കാൻ സാധിക്കുന്ന ഫീച്ചറാണ് കഴിഞ്ഞ ദിവസങ്ങളായിട്ട് വാട്സപ്പ് കൊണ്ടുവന്നത്. ഇനി മൂന്നാമത്തെ ഫീച്ചർ എന്താണെന്ന് നോക്കാം. നമ്മൾ വാട്സപ്പിലൊക്കെ ഓരോ മെസ്സേജുകൾ അയച്ചു കൊടുക്കും ഓരോ സുഹൃത്തുക്കൾക്ക്. ഇങ്ങനെ വാട്സപ്പിൽ ഓരോ മെസ്സേജുകൾ അയച്ചു കൊടുക്കുമ്പോൾ നമ്മളൊരു ഫോട്ടോ ഇതുപോലെ സെലക്ട് ചെയ്ത് അയച്ചു കൊടുക്കുമ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും വാട്സപ്പിൽ ഏറ്റവും പുതിയ അപ്ഡേറ്റിൽ ഇവിടെ ഒരു 1 എന്നൊരു ചിഹ്നം കാണാൻ സാധിക്കും, ഒരു റൗണ്ട് ചിഹ്നം. ഈ ഒരു 1 എന്ന ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കാണാൻ സാധിക്കും സെൻഡ് ഫോട്ടോ ആൻഡ് വീഡിയോ ദാറ്റ് ക്യാൻ ഓൺലി ബി വ്യൂഡ് വൺസ് എന്നുള്ള ആ ഒരു പോപ്പപ്പ് കാണാം. അതായത് നിങ്ങൾ ഇങ്ങനെ ഓൺ ചെയ്ത് ഈ ഒരു ഭാഗം ക്ലിക്ക് ചെയ്ത് ഓൺ ചെയ്ത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് നിങ്ങൾ ഒരു ഫോട്ടോ അയച്ചു കൊടുക്കുകയാണെങ്കിൽ, അതില്ലെങ്കിൽ ഒരു വീഡിയോ അയച്ചു കൊടുക്കുകയാണെങ്കിൽ അയാൾ ഓപ്പൺ ചെയ്ത് ആ ഒരു കാണുന്ന സമയം മാത്രം അയാൾക്ക് കിട്ടും. ആ ഓപ്പൺ ചെയ്താൽ ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ആ ഫോട്ടോ അയാൾക്ക് ലഭിക്കില്ല. ഒരു ഫോട്ടോ ഇതുപോലെ നമ്മൾ ഇതുപോലെ ഓപ്പൺ ചെയ്ത് ആ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ശേഷം നമുക്ക് ഇത് ഒരു ഗ്രീൻ കളറിലോട്ട് മാറും. ഗ്രീൻ കളറിലോട്ട് മാറിക്കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം നമ്മൾ ഓണാക്കി ഇനി നമ്മൾ അയച്ചു കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ കാണാൻ സാധിക്കും. ഒരു ഫോട്ടോ എന്നുള്ള ഒരു പേരിലാണ് കാണാൻ സാധിക്കുക. ഇനി കിട്ടുന്ന ആൾക്കും ഇതേപോലെ ഫോട്ടോ എന്ന് കാണും. അത് ഡൗൺലോഡ് ചെയ്ത് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫോട്ടോ ഓപ്പൺ ആയി വരും. ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ആ ഫോട്ടോ കാണില്ല. അതായത് ഒരു തവണ വൺസ് വ്യൂഡ് ആയിട്ട് കാണാൻ സാധിക്കുന്ന ഒരു തവണ മാത്രം ആ ഫോട്ടോ കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ സീക്രട്ട് ഫോട്ടോ അയച്ചു കൊടുക്കുകയാണെങ്കിൽ ആ വ്യക്തിക്ക് അയച്ച് കിട്ടുന്ന ആൾ അത് ഓപ്പൺ ചെയ്ത് ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ആൾക്ക് ആ ഫോട്ടോ കാണാൻ സാധിക്കില്ല. അപ്പോൾ വാട്സപ്പ് പറയുന്നത് സ്ക്രീൻഷോട്ട് ചെയ്തെടുക്കാൻ സാധിക്കും, ഫോട്ടോ എടുത്ത് വെക്കാനൊക്കെ സാധിക്കും. അതല്ലാതെ ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫോട്ടോ പോയാൽ പിന്നീട് അത് കാണാൻ സാധിക്കില്ല. വൺസ് വ്യൂ എന്നുള്ള ആ ഒരു ഫീച്ചറാണ് വാട്സപ്പ് അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഭാഗം നിങ്ങൾ ഇവിടെ ഈ 1 എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് ഈ ഗ്രീൻ കളറിലായിട്ട് മാറ്റിയാൽ അതിന് അയച്ചതിന് ശേഷം മാത്രമേ അങ്ങനെ സംഭവിക്കുള്ളൂ. നിങ്ങളത് ആ ഒരു ഗ്രീൻ ഭാഗം ക്ലിക്ക് ചെയ്തില്ലെങ്കിൽ അത് സാധാരണ നിങ്ങൾക്ക് അയക്കുന്ന പോലെ അയച്ചു കൊടുക്കാൻ സാധിക്കുന്നതാണ്. നമുക്കറിയാം അത്തരത്തിൽ അയച്ചു കൊടുത്താൽ നമ്മൾ സാധാരണ ചെയ്യാറുള്ളത് ഡിലീറ്റ് ഫോർ എവരിവൺ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് ചെയ്യാറാണ്. ഇനി അതിൻ്റെ ആവശ്യമില്ല. ഇത് ഓൺ ചെയ്ത് അയച്ചു കൊടുത്താൽ അയാൾ ഒരു തവണ കാണുകയുള്ളൂ, പിന്നീട് അയാൾക്ക് ആ ഫോട്ടോ ലഭിക്കില്ല. അപ്പോൾ ഇതാണ് വാട്സപ്പ് അവതരിപ്പിച്ചിരിക്കുന്ന മൂന്നാമത്തെ ഫീച്ചർ. ഇനി നാലാമത്തെ ഫീച്ചർ എന്താണെന്ന് നോക്കാം. വാട്സപ്പിൻ്റെ ഏറ്റവും പുതിയ നാലാമത്തെ ഫീച്ചർ. വാട്സപ്പിൻ്റെ നാലാമത്തെ ഫീച്ചറാണ് ആർക്കൈവ് എന്നൊരു പുതിയൊരു ഫീച്ചർ വാട്സപ്പ് കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഫീച്ചർ ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ വാട്സപ്പ് അപ്ഡേറ്റ് ചെയ്യുക. വാട്സപ്പ് അപ്ഡേറ്റ് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഏറ്റവും മുകളിൽ കാണാൻ സാധിക്കും ആർക്കൈവ് എന്നുള്ളൊരു ഭാഗം. നിങ്ങൾ ആ ഭാഗം ആ ഒരു ഫോൾഡർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് നിങ്ങൾക്ക് ഏതെങ്കിലും വാട്സപ്പ് ഗ്രൂപ്പുകളോ അല്ലെങ്കിൽ ഫോട്ടോസുകളൊക്കെ വാട്സപ്പ് ഗ്രൂപ്പുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളുടെ ഗ്രൂപ്പുകളൊക്കെ അതിലേക്ക് കൊണ്ടുപോയി സൂക്ഷിച്ച് വെക്കാൻ സാധിക്കും. സൂക്ഷിച്ച് വെക്കുക എന്ന് പറയുമ്പോൾ ഒളിപ്പിച്ച് വെക്കുകയല്ല, അത് ആർക്കും ഓപ്പൺ ചെയ്താലും കാണാൻ സാധിക്കും. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഏത് വ്യക്തിയുടെ ചാറ്റാണോ അല്ലെങ്കിൽ ഏത് ഗ്രൂപ്പാണോ വേണമെങ്കിൽ ആ ഗ്രൂപ്പ് ഇതുപോലെ ലോങ് പ്രസ് പിടിക്കുക.
ശേഷം ഏറ്റവും മുകളിലുള്ള ഈ ആർക്കൈവ് ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഗ്രൂപ്പ് ഇവിടെ നമ്മുടെ സ്ക്രീനിൽ നിന്ന് പോകും. ഈ ആർക്കൈവ് നിന്ന് കാണുന്ന ഭാഗത്ത് ആ ഗ്രൂപ്പ് നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്യും. നേരത്തെ ഈ ഫീച്ചർ ഉണ്ടായിരുന്നു. ഇത് ഏറ്റവും അവസാന ഭാഗത്ത്, വാട്സപ്പിൻ്റെ ഏറ്റവും അവസാന ഭാഗത്ത്, ഈ ചാറ്റ് ലിസ്റ്റിൻ്റെ ഏറ്റവും അവസാന ഭാഗത്ത് നമുക്കിവിടെ ആർക്കൈവ് എന്നൊരു ഭാഗമായിരുന്നു ഉണ്ടായിരുന്നത്. അത് ക്ലിക്ക് ചെയ്തായിരുന്നു കണ്ടിരുന്നത്. ഇപ്പോൾ വാട്സപ്പിൻ്റെ ഏറ്റവും മുകളിലുള്ള ഇൻ്റർഫേസ് തന്നെ ഈ ഒരു ഫീച്ചർ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാണ് വാട്സപ്പിൻ്റെ 4ാമത്തെ ഫീച്ചർ. 5ാമതായി വാട്സപ്പ് കൊണ്ടുവന്ന ഫീച്ചർ, അതായത് ഇതിനൊക്കെ മുന്നേ ഏറ്റവും ആദ്യത്തിൽ കൊണ്ടുവന്നൊരു ഫീച്ചറാണ് വാട്സപ്പിൽ വോയിസുകളൊക്കെ നമുക്ക് സ്പീഡായിട്ട് അയച്ചു കൊടുക്കാൻ സാധിക്കും. നമ്മൾ ഇതുപോലെ വാട്സപ്പിൽ ഒരു വോയിസ് നമുക്ക് ഒന്ന് ഫാസ്റ്റായിട്ട് കേൾക്കുന്നതിന് വേണ്ടി ഈ പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ശേഷം ഇവിടെ കാണാൻ സാധിക്കും 1 എന്നുള്ള ഓപ്ഷൻ, അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. 1.5 2 അപ്പോൾ നിങ്ങൾക്ക് ഓരോന്ന് ക്ലിക്ക് ചെയ്തതനുസരിച്ച് കാണാൻ സാധിക്കും. ആ ഒരു പോയിന്റിൽ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സ്പീഡ് കൂട്ടി കേൾക്കാൻ സാധിക്കും, കുറച്ചുകൂടി മീഡിയം ലെവലിൽ കേൾക്കാൻ സാധിക്കും, വളരെ സ്ലോവിലും കേൾക്കാൻ സാധിക്കും. ഇങ്ങനെ 3 ഓപ്ഷൻസിൽ നിങ്ങൾക്ക് വാട്സപ്പിലെ വോയിസ് കേൾക്കാൻ സാധിക്കും. അപ്പോൾ വലിയ വോയിസ് ഒക്കെ ആരെങ്കിലും അയച്ചു കഴിഞ്ഞാൽ അത് ചെറിയ ഇപ്പോൾ 10 മിനിറ്റിൻ്റെ വോയിസ് നമുക്കൊരു 5 മിനിറ്റ് 6 മിനിറ്റ് കൊണ്ട് കേട്ട് തീർക്കാൻ സാധിക്കും. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് വലിയ വോയിസുകൾ ആരെങ്കിലും അയച്ചാൽ ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വളരെ ഫാസ്റ്റായിട്ട് വോയിസ് കേൾക്കാൻ സാധിക്കുന്ന ഫീച്ചറാണ് വാട്സപ്പ് കൊണ്ടുവന്നിരിക്കുന്നത്. വാട്സപ്പിനകത്ത് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഏറ്റവും പുതിയ ഫീച്ചേഴ്സുകളാണ് ഈ ചാനലിലൂടെ പരിചയപ്പെടുത്തിയത്. വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോയുടെ അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്താം. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.